ഹായ് ആൾ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തി. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണുക. ഇത് കുറച്ച് പോർഷൻസും കൂടെ ഉള്ളൂ. From decomposed remains, look at the plants in the picture. These plants grow absorbing nutrients from decomposed matter. Such plants are known as saprophyte. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീകമ്പോസായിട്ട് പോയിട്ട് നല്ല എന്താ പറയുക വറ്റി വരണ്ട് ഡീകമ്പോസായി പോയതിൽ പുതിയതുണ്ടാവില്ലേ, അതിനെ പറയുന്നതാണ് എന്ത് സാപ്രോഫൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡായിട്ട് കിടക്കുന്ന ഡീകമ്പോസിൽ നിന്ന് പുതിയതുണ്ടായി വരുന്നതാണ് എന്ത് പറയുന്നത്, സാപ്രോഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലാൻഡ് സപ്പോർട്ട് മേക്ക് പാൻഡൽസ്. വെസ്റ്റ് വെജിറ്റബിൾ ഗാർഡൻ which the plants which provides support of the climbers. അത് ജസ്റ്റ് ക്ലൈംബേഴ്സിനെ പറ്റിയിട്ട്. എന്താ ഈ ക്ലൈംബേഴ്സ്? ക്ലൈംബേഴ്സ് ആർ വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ്. They climb on other plants with the support of the spring-like parts called tendrils. Some plants have clinging roots for its purpose. Plants like pepper, bitter gourd and snake ground etc. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീക്ക് സ്റ്റെം പ്ലാന്റ്സ് ആണ്. അതിന് മറ്റൊരു പ്ലാന്റിൻ്റെ സപ്പോർട്ടിൽ അത് നന്നായി പെടണം. അതിൻ്റെ ആ സ്പ്രിങ് ലൈക്ക് സാധനത്തിന് എന്ത് പറയുന്നു, ടെൻഡ്രിൽസ് എന്ന് പറയുന്നത്. പിന്നെ ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീക്ക് സ്റ്റെം പ്ലാന്റ്സ് ആണ്. ദാറ്റ് ഗ്രോ ക്രീപ്പിംഗ് ഓൺ ദ ഗ്രൗണ്ട്സ് ആർ കോൾഡ് as ക്രീപ്പേഴ്സ്. സ്വീറ്റ് പൊട്ടാറ്റോ, ഹൈഡ്രോകോട്ടൈൽ, strawberries etc. are example. These plants do not possess ടെൻഡ്രിൽസ് ഓർ ക്ലിങ് റൂട്ട്സ്. ടെൻഡ്രിൽസോ ക്ലിങ് റൂട്ട്സോ ഒന്നുമില്ല. അത് ഈ നമ്മുടെ ഗ്രൗണ്ടിൽ ഇങ്ങനെ പരന്നുണ്ടായിക്കോളും. പംകിങ്ങിൻ്റെയും അതുപോലെ പൊട്ടാറ്റോ അതുപോലെ സ്ട്രോബെറീസൊക്കെ എന്താണ്, ക്രീപ്പേഴ്സാണ്. ക്രീപ്പേഴ്സും ക്ലൈംബേഴ്സും തമ്മിലുള്ള വ്യത്യാസം വന്നു. പ്രോപ്പ് റൂട്ടും ഉണ്ട്, സ്ലിറ്റ് റൂട്ടും ഉണ്ട്. ദ റൂട്ട് ആർ യൂസ്ഡ് നോട്ട് ഓൺലി ടു അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ബട്ട് ഓൾസോ പ്രൊവൈഡ് സപ്പോർട്ട് ടു ദ പ്ലാന്റ്സ്. പ്രോപ്പ് റൂട്ട്സ് ആൻഡ് സ്ലിറ്റ് റൂട്ട്സ് ആർ ദ റൂട്ട്സ് സീൻ above the soil to support the plants. Roots seen in the banyan tree are prooptose. These roots grow downwards from the aerial branches. But look at the root in screw pin. It's from the stem that grow downwards. This root is called the slit roots. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാനിയൻ ട്രീയിലൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന റൂട്ടിനെ പ്രോപ്പ് റൂട്ട് എന്നും, സ്ക്രൂ പിന്നിൽ എന്താണ് ഈ റൂട്ട്സ് ഡൗൺവേർഡിലേക്കാണ് ഗ്രോ ചെയ്യുന്നത്, അതിനെ സ്ലിറ്റ് റൂട്ട് എന്നും പറയുന്നു. ഈ മാംഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാംഗ്രൂവ്സ് ആർ സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ വാഷി ഏരിയാസ്. ദ ടിപ്പ് ഓഫ് ദിസ് റൂട്ട് ഗ്രോ ടുവേർഡ്സ് ദ അറ്റ്മോസ്ഫിയർ. ദിസ് റൂട്ട്സ് ദാറ്റ് ഹെൽപ്പ് ദ ഗ്യാസസ് എക്സ്ചേഞ്ച് ആർ കോൾഡ് as ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയുന്നു. കാരണം അത് അതിൻ്റെ റൂട്ട് ഇങ്ങനെ മുകളിലേക്ക് ഉണ്ടായിക്കൊണ്ടേ വരും, അറ്റ്മോസ്ഫിയറിലേക്ക് ഉണ്ടായിക്കൊണ്ടേ വരും. അതിനെ പറയുന്നതാണ് എന്ത്, മാംഗ്രൂവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഗ്യാസ് എക്സ്ചേഞ്ചിനെ പറയുന്നതാണ് നെമറ്റോഫോഴ്സ്. ഫോർ സ്റ്റോറിങ് ഫുഡ്സ്, ഈ ടാപ്പിയോക്ക സ്റ്റോർസ് ഫുഡ് ഇൻ റൂട്ട്സ്. റൂട്ട്സ് ദാറ്റ് സ്റ്റോർ ഫുഡ് ഇൻ ദ വേ ആർ കോൾഡ് സ്റ്റോറേജ് റൂട്ട്. അവരുണ്ടാക്കുന്ന ഫുഡ് അത് സ്റ്റോർ ചെയ്തിട്ട് ഉണ്ടാകുന്നതാണ് ഈ ടാപ്പിയോക്ക, സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ. ഓൾ ട്യൂബേഴ്സ് ആർ നോട്ട് സ്റ്റോറേജ് ഫുഡ് റൂട്ട്സ്. Potato is modified stem. Such a stem seen below the soil are underground. എല്ലാതും റൂട്ടിൻ്റെ റൂട്ട് സ്റ്റോർ ചെയ്ത ഫുഡല്ല. ചിലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെം അണ്ടർഗ്രൗണ്ടിലായിട്ട് പോയതായിരിക്കും അതിൻ്റെ പ്രശ്നം ഉണ്ടാവുക. പിന്നെ അടുത്തത് ഡൈവേഴ്സിറ്റി ഓഫ് ദ വേൾഡ് പ്ലാന്റ്സ്. അതിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പാഠം കഴിഞ്ഞു. ഈ പാഠത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ച്, അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ദ പ്ലാന്റ്സ് വേൾഡ് ക്ലോസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള പാഠമാണ്. ആ പാഠത്തിൽ നമ്മൾ ഫസ്റ്റ് നോക്കിയത് ജസ്റ്റ് ഇതൊക്കെ നോക്കി വയ്ക്കുക, ജിഞ്ചർ, കാർബണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾസൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാമല്ലോ. പിന്നെ അതുപോലെ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഫോട്ടോസിന്തസിസ് എന്താ, ഫോട്ടോസിന്തസിൻ്റെ ബൈ പ്രോഡക്ട്സ് എന്താ, അതൊക്കെയാണ് നമ്മൾ നോക്കണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് നോക്കുന്നത് സ്റ്റൊമാറ്റോനെ പറ്റിയിട്ടാണ്. അത് പഠിക്കണം. ഇപ്പോൾ ഫോട്ടോസിന്തസായി സ്റ്റൊമാറ്റോയാണ്. ക്ലോറോഫില് എന്താ നോക്കണം. പിന്നെ നമ്മൾ പഠിച്ചത് പിഗ്മെൻസിൻ്റെ ഉപകാരം എന്താ. പിന്നെ അതുപോലെ പ്ലാന്റ്സിൽ നടക്കുന്ന റെസ്പിറേഷൻ നോക്കി. പിന്നെ നമ്മൾ നോക്കിയത് അറഫ്ലേഷ്യ ലാർജസ്റ്റ് ഫ്ലവർ ആണെന്ന് പറഞ്ഞു.
പിന്നെ എന്താ സെമി പാരസൈറ്റ്, എന്താ ടോട്ടൽ പാരസൈറ്റ്സ് നോക്കി. പിന്നെ ഡീകമ്പോസേഴ്സ് എന്താ നോക്കി. ഡീകമ്പോസേഴ്സിനെ പറയുന്നത് എന്താണ്? സാപ്രോഫൈറ്റ്സ് എന്നാണ് ഡീകമ്പോസേഴ്സിനെ പറയുക. പിന്നെ നമ്മൾ നോക്കിയത് പിന്നെ നമ്മൾ ക്ലൈംബേഴ്സ് നോക്കി, ക്രീപ്പേഴ്സ് നോക്കി. പിന്നെന്താ നമ്മൾ നോക്കിയേ? പിന്നെ നമ്മൾ ക്രോപ്പ് റൂട്ട് സ്ലിറ്റ് റൂട്ട് നമ്മൾ നോക്കി. മാംഗ്രൂവ്സ് നോക്കി. പിന്നെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടാണ്, ഈ റൂട്ട്സ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടാണ് ടാപ്പിയോക്ക അങ്ങനെ ആയതെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.